ഫാദർ ടോം ഓലിക്കരോട്ട്, ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് നമ്മുടെ കന്യാസ്ത്രീകൾ വിധേയരായി. അവർക്കെതിരെ ഒരു നടപടി വേണ്ടേ? ഇന്നിപ്പോൾ നാരായൺപൂരിൽ ഈ 3 പെൺകുട്ടികളും SP ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. മാതൃകാപരമായി ബജറംഗദൾ അവരെ ആൾക്കൂട്ട വിചാരണ ചെയ്യുമ്പോൾ അവരെയും ശിക്ഷിക്കേണ്ടതല്ലേ? ഈ പറയുന്ന അവർക്കെതിരെ അതിക്രമം കാണിച്ച ബജറംഗദൾ പ്രവർത്തകർ, അവർക്കെതിരെ നടപടി ആവശ്യപ്പെടുന്നില്ലേ സഭ? ഫാദർ ടോം ഓലിക്കരോട്ട്. ഡോക്ടർ അരുൺ, ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് വ്യക്തമാക്കട്ടെ. ഞാനിപ്പോൾ പ്രതിനിധീകരിക്കുന്നത് AD 52 മുതൽ കഴിഞ്ഞ 2000 വർഷമായിട്ട് കേരളത്തിൽ, ഭാരതത്തിൽ ജീവിക്കുന്ന സുറിയാനി ക്രൈസ്തവരുടെ സമൂഹത്തിന്റെ സീറോ മലബാർ സഭയുടെ പ്രതിനിധിയായിട്ടാണ്. ഭാരതത്തിന്റെ ആത്മാവുമായിട്ട് അത്രമേൽ അലിഞ്ഞു ചേർന്ന് ഈ സംസ്കാരത്തിന്റെ ഭാഗമായവരാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെ എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, ഭാരതത്തിലെ ഹൈന്ദവരോ മുസ്ലിങ്ങളോ അവരോടൊരു സംഘർഷത്തിൽ പോവാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. മറിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെല്ലാം നമ്മൾ ജീവിച്ച ഒരു സഹവർത്തിത്വമുണ്ട്. സംസ്കാരങ്ങൾ പരസ്പരം വിനിമയം ചെയ്യപ്പെട്ടു, അതിൽ നിന്ന് സ്വീകരിച്ചു. അങ്ങനെ തന്നെയാണ് ഈ സഭ ഇവിടെ വളർന്നു വന്നത്. അപ്പോൾ ഇവിടെ അടുത്ത കാലത്തായി ക്രൈസ്തവ വിരോധം വളരുന്നു. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ഹൈന്ദവ സംഘടനകൾക്കുള്ളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ ബഹുമാന്യനായ ഉല്ലാസ് ബാബു അടക്കം ശ്രദ്ധിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അടക്കം പിന്തുണ ചോദിച്ചുകൊണ്ടാണ്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിന്തുണ ചോദിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അതായത് നമുക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മതം മാറ്റാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അല്ല, മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട്, ജീവിതത്തിന്റെ പരിതോവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കത്തോലിക്ക സഭ റിലീജിയസ് ഫ്രീഡത്തെ കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതിന്റെ പേര് ദിഞ്ഞിത്താതിസ് ഉമാനെ എന്ന് പറയുന്നതാണ്, മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. അതിനകത്ത് വളരെ കൃത്യമായി കൺവേർഷനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: കൺവേർഷൻ ടു ക്രിസ്ത്യൻ ഫെയ്ത്ത് മസ്റ്റ് ബി എ ഫ്രീ ആൻഡ് വോളണ്ടറി ആക്ട്. വളരെ സ്വതന്ത്രവും മനസ്സ് കൊടുത്തിട്ടുള്ളതുമായ ഒരു പ്രവൃത്തിയാവണം മതപരിവർത്തനം. അപ്പൊ അതുകൊണ്ട് നിർബന്ധിതമായി ഞങ്ങൾ ആരെയും മതം മാറ്റുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായി നമ്മൾ പ്രതിവാദങ്ങൾക്കപ്പുറം എനിക്ക് പറയാനുള്ളത്, ഭാരതത്തിലെ ഹൈന്ദവ സംഘടനകൾക്ക് ഈ ഒരു കാര്യത്തിലുള്ള ആകുലതയ്ക്ക്, ആശങ്കയ്ക്ക് എവിടെങ്കിലും ഞങ്ങൾ ക്രിസ്ത്യാനികളെ നിങ്ങളുടെ ശത്രുക്കളായിട്ടോ ഭാരതത്തിന്റെ ശത്രുക്കളായിട്ടോ നിങ്ങൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, വി ആർ റെഡി ടു ഹാവ് എ ഡയലോഗ്. കാരണം വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ പോലും ഇന്ന് സംഭാഷണത്തിലൂടെ പരിഹരിക്കുന്നുണ്ട്. സംഭാഷണത്തിന്റെ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് പലതും ആ സ്പർദ്ധ അങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് സ്പർദ്ധയുടെ അഗ്നി ആളിക്കത്തിച്ച് അതിൽ അത്താഴം പാകം ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ നിരുത്സാഹപ്പെടുത്തണം. ഈ സഭ, സീറോ മലബാർ സഭ, ഭാരതത്തിലെ ക്രൈസ്തവർ നിങ്ങളോട് സംഭാഷണത്തിന് തയ്യാറാണ്. ഞങ്ങളുടെ സേവനങ്ങളുടെ സത്യാവസ്ഥ വെളിവാക്കുന്ന രീതിയിൽ എവിടെങ്കിലും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന സംഭാഷണം നടത്തണം. മതങ്ങൾ തമ്മിലുള്ള ഈ തെറ്റിദ്ധാരണകൾ അവസാനിപ്പിക്കാതെ ഇവിടെ വർഗീയതയുടെ മുന്നേറ്റങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇനി 2ാമത്തെ കാര്യം, ഡോക്ടർ, ഇവിടെ ഒരു കുറ്റം നടന്നിട്ടുണ്ട്. നിരപരാധികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് നീതി ലഭിക്കണമെങ്കിൽ ആദ്യം ഞാനത് കൃത്യമായി സൂചിപ്പിച്ചു, അവർക്ക് മേലുള്ള കുറ്റപത്രം, ദുരുപദിഷ്ഠിതമായ കുറ്റപത്രം റദ്ദ് ചെയ്യപ്പെടണം. 2, അങ്ങനെ നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ചില ആൾക്കൂട്ടം നിയമം കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണല്ലോ. അപ്പോൾ ആ നിയമം കയ്യിലെടുത്ത ആൾക്കൂട്ടത്തെ, പൗരന്റെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയ, അവരെ വിചാരണ ചെയ്യാനും മാത്രം ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ ബലത്തിന്റെ പേരിൽ മുതിർന്ന ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കാതെ എങ്ങനെയാണ് ഈ 2 സന്യാസിനിമാർക്ക് നീതി കിട്ടുന്നത്? നമ്മൾ ശാകുന്തളത്തിലാണെന്ന് തോന്നുന്നു, ആശ്രമ മൃഗങ്ങളാണ് എന്നൊരു ഓടാനാൻ പോലും അറിയാത്ത, പ്രതിരോധിക്കാൻ അറിയാത്ത ആശ്രമ മൃഗങ്ങൾ എന്നൊരു കൽപ്പനയുണ്ടല്ലോ. ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സ് ആശ്രമ മൃഗങ്ങൾക്ക് തുല്യരാണ്. അവരോട് കാണിക്കുന്ന ഇത്തരമുള്ള പ്രവൃത്തി മനുഷ്യത്വരഹിതമാണ്, സംസ്കാരശൂന്യതയാണ്. അപ്പോൾ അത് ചെയ്തവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. ഭാരതത്തിന്റെ ആത്മാവുമായി ചേർന്ന് കഴിഞ്ഞ 2000 വർഷം ജീവിച്ച ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൈന്ദവ സഹോദരങ്ങളോട് പറയാനുള്ളത്, എവിടെങ്കിലും നമുക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് തുറന്ന സംഭാഷണത്തിന് തയ്യാറാണ്. മതപരിവർത്തനം ഞങ്ങളുടെ ലക്ഷ്യമേ അല്ല, മനപരിവർത്തനം, ക്രിസ്തുവിനെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നിറവേറ്റാതിരിക്കാൻ ക്രിസ്ത്യാനി ആയിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് നിവൃത്തിയില്ല. അത് കൽത്തുറുങ്ക് കാണിച്ചാലോ കഴുമരം കാണിച്ചാലോ കർത്താവ് ഈശോ മിശിഹായെ പ്രഘോഷിക്കാൻ അവൻ ആരാണ് എന്നുള്ളത്, അവന്റെ സുവിശേഷത്തിന്റെ സൗന്ദര്യം, അവനിൽ നിന്നൊഴുകിയ സ്നേഹം പറഞ്ഞു കൊടുക്കാതെയും ജീവിച്ചു കാണിക്കാതെയും ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാനാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സംഭാഷണത്തിന്റെ ഒരു ശൈലിയിലേക്ക് കടന്നു വരിക എന്നുള്ളത് മാത്രമാണ്
ഇന്നത്തെ സ്പർദ്ധയുടെ ഈ ഒരു അന്തരീക്ഷത്തിന് പരിഹാരമെന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തമായ ഡോക്ടർ, അങ്ങയുടെ വാക്കുകളാണ് ഒരു ഫാദർ ടോം പ്ലാറ്റ്ഫോം മൂലിക്കരോട്ട്. തന്നതിന് ഞാൻ മറ്റ് ഞാൻ അതിഥികളിലേക്ക് കൂടി വരാം. ഹൃദയപൂർവ്വം Debate with Dr. Arun Kumar.